welcome back to my YouTube channel. This is Lakshmi. ഇന്നത്തെ എന്റെ കോസ്റ്റ്യൂം ഒക്കെ കാണുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മളൊരു ഓണം സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വെറും വീഡിയോ അല്ല, നമ്മളൊരു മേക്കപ്പ് ലുക്ക് വീഡിയോ ആണ് ചെയ്യുന്നത്. ഓണത്തിന്റെ അന്ന് ഒരുപാട് പേർക്കൊന്നും ഒരുപാട് മേക്കപ്പ് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ഒരുപാട് ഫൗണ്ടേഷൻ ഇട്ട് ഒരുപാട് കൺസീലർ ഇട്ട് കോണ്ടൂർ ചെയ്ത് അങ്ങനത്തെ ലുക്ക് ഒന്ന് പ്രിഫർ ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഭയങ്കര സിമ്പിൾ ആണ്, എലഗന്റ് ആണ്, ബ്യൂട്ടിഫുൾ ആയിട്ട് നാച്ചുറൽ ആയിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മേക്കപ്പ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് ഓണത്തിന്റെ അന്ന് അത്യാവശ്യം മേക്കപ്പ് ഒക്കെ വേണം, എന്നാൽ ഒത്തിരി ഓവറായി പോകരുത്, അങ്ങനെയൊക്കെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രോഡക്ട്സും തന്നെ ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന പ്രോഡക്ട്സ് ആണ്. അതും ഒറ്റ ഒരു ബ്രാൻഡിന്റെ പ്രോഡക്ട്സ് വെച്ചിട്ടാണ് നമ്മുടെ ഫുൾ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയി പ്രോഡക്ട്സ് ഒക്കെ തപ്പി കണ്ടുപിടിച്ച് അങ്ങനെ കുറെ ടൈം കളയണ്ടല്ലോ. ഒരുമിച്ച് തന്നെ ഓർഡർ ചെയ്യാം, ഒരുമിച്ച് തന്നെ എല്ലാ സാധനങ്ങളും കിട്ടുകയും ചെയ്യും. അപ്പോ അധികം ലാഗ് അടിക്കാൻ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഗൈസ്, ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഒറ്റൊരു ബ്രാൻഡിന്റെ പ്രോഡക്ട്സ് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഫുൾ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ഏതാണെന്ന് നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ആ ബ്രാൻഡ്. നമ്മുടെ ഡാസ്ല കോസ്മെറ്റിക്സിന്റെ പ്രോഡക്ട്സ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ഫുൾ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഡാസ്ലറിന്റെ ഒരു പ്രോഡക്ട്സ് എങ്കിലും യൂസ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടാവത്തില്ല, എക്സ്പെഷ്യലി നമ്മുടെ ഐലൈനർ. അപ്പോ അത് യൂസ് ചെയ്യാത്ത ആരും തന്നെ ഉണ്ടാവത്തില്ല. ഡാം ഷുവർ നമ്മൾ മലയാളികളാണെങ്കിൽ എന്തായാലും യൂസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും വർഷമായിട്ട് അറിയാവുന്ന ഒരു ബ്രാൻഡാണ് ഡാസ്ലർ. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രസ്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഡാസ്ലറിന്റെ എല്ലാ പ്രോഡക്ട്സും തന്നെ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡാസ്ലറിന്റെ പ്രോഡക്ട്സ് വെച്ചിട്ട് നമ്മളൊരു മിനി ഗ്ലാം ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല, ഈ ഒരു ലുക്ക് നമുക്ക് എല്ലാ കോസ്റ്റ്യൂമിന്റെ കൂടെയും ചേർന്ന് പോകുന്ന ഒരു ലുക്ക് ആയിരിക്കും കേട്ടോ. കാരണം നമുക്ക് നേരിയ മുണ്ടായിക്കോട്ടെ, നേരിയ സാരി ആയിക്കോട്ടെ, പട്ടുപാവാടയോ ചുരിദാറോ, എന്ത് ഡ്രസ് ആണെങ്കിലും എന്ത് കോസ്റ്റ്യൂം ആണെങ്കിലും നമുക്ക് അതിന്റെ കൂടെ ഒക്കെ ചേർന്ന് പോകുന്ന ഒരു സിമ്പിൾ ലുക്കാണ്. സോ നമുക്ക് അധികം ടെൻഷനൊന്നും അടിക്കണ്ട ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോ ആദ്യം തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ ഓൾറെഡി എന്റെ ഫേസിൽ കുറച്ച് മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. അപ്പോ ഞാൻ ആദ്യം തന്നെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡാസ്ലറിന്റെ മോയ്സ്ചറൈസിങ് ലിക്വിഡ് മേക്കപ്പ് വിത്ത് സൺസ്ക്രീൻ വരുന്ന ലിക്വിഡ് മോയ്സ്ചറൈസർ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ആക്ച്വലി ഒരു ടിൻറ്റഡ് മോയ്സ്ചറൈസർ ആണ്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് പേർക്കൊന്നും ഒരുപാട് ഫൗണ്ടേഷൻ ഇടുന്നതോ അല്ലെങ്കിൽ ഒരുപാട് കൺസീലർ ഇടുന്നതോ അങ്ങനത്തെ ഉള്ളൊരു കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവത്തില്ല. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോ ഞാൻ ഇതാണ് ആദ്യം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇടുന്നതിന് മുമ്പ് നല്ലതുപോലെ ഒന്ന് ഷേക്ക് ചെയ്യണം കേട്ടോ. ഷേക്ക് ചെയ്തതിന് ശേഷം മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് എനിക്കൊരു കുറച്ച് കറക്ഷനൊക്കെ ആവശ്യമുള്ളിടത്ത് മാത്രമേ ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നുള്ളൂ. എനിക്ക് കണ്ണിന്റെ താഴെ ചെറുതായിട്ടൊരു ഡാർക്ക് സർക്കിൾ ഉണ്ട്. അപ്പൊ അവിടെ ഞാൻ കുറച്ചൊരു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അവിടെ മാത്രം എനിക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു കറക്ഷന്റെ ആവശ്യമുള്ളൂ. അപ്പൊ ഞാൻ അവിടെ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ജസ്റ്റ് കൈ വെച്ച് തന്നെ ഈസിലി ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കൊരു പെട്ടെന്ന് ഒരു 5-10 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഗ്ലാം ലുക്കാണ്. നല്ല രീതിക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ അതിലൊരു ഓറഞ്ച് ടിന്റ് ഉള്ളത് കൊണ്ട് തന്നെ എന്റെ കണ്ണിന്റെ അടിയിലുള്ള ഡാർക്ക് സർക്കിളൊക്കെ ഒന്ന് ജസ്റ്റ് കവർ ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഒരു കൺസീലറിന്റെ ആവശ്യം പോലും വന്നില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡാസ്ലർ കോസ്മെറ്റിക്സിന്റെ തന്നെ ഈ ഒരു ക്ലാസിക് കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ഞാൻ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ കൂടെ തന്നെ ഇതുപോലൊരു പഫ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് പ്രോഡക്ട്സ് വരുന്നത്. അപ്പൊ ഞാൻ പതുക്കെ ഒന്ന് ഇതിലേക്ക് എടുത്തിട്ട് ജസ്റ്റ് എന്റെ കയ്യിലൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ അണ്ടർ ഐ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് അവിടെ തന്നെ ഇരുന്നോളും, ഒരു കുഴപ്പവും വരത്തില്ല. ഓക്കെ, പെർഫെക്റ്റ്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു ഡാർക്ക് സർക്കിൾ ഒക്കെ നല്ലപോലെ കവർ ആയിട്ടുണ്ട്. ആ ഒരു കോമ്പാക്റ്റും കൂടെ വന്നപ്പോഴത്തേക്ക് പെർഫെക്റ്റ് ആയി. അപ്പൊ ഞാൻ ഫേസ് ഒക്കെ ഒന്ന് സെയിം കോമ്പാക്റ്റ് കൊണ്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഭയങ്കര കാര്യമായിട്ടൊന്നുമില്ല, ലൈറ്റ് ആയിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് വെക്കുന്നത്. അതുകൊണ്ട് വലിയ കാര്യമായിട്ട് ഫില്ല് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനത്തെ മുനയായതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ സ്ട്രോക്സ് ഒക്കെ വരയ്ക്കാൻ പറ്റും. നമുക്കൊരു കുറച്ചുകൂടെ ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടും.
ഓക്കെ, ബെറ്റർ ആയില്ലേ? അപ്പൊ ഇപ്പുറത്തും സെയിം ഞാൻ വരച്ചു കൊടുക്കുകയാണ്. ഇനി ഒരു കുഞ്ഞു ടിപ്പാണ്, നമ്മുടെ കയ്യില് ചെറിയ പല്ലുള്ള ചീപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മുടെ ഐബ്രോസ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി നാച്ചുറൽ ഫിനിഷ് കിട്ടും. എന്റെ കയ്യിൽ അങ്ങനത്തെ ചീപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സ്പൂലിയാണ് യൂസ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ സ്പൂലി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇല്ലെന്നാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ചെറിയ കുഞ്ഞു പല്ലുള്ള ചീപ്പ് വെച്ചിട്ടായാലും നമുക്കത് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഐബ്രോസ് ഫില്ല് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഞാനൊരു കോമ്പാക്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന്, നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് പണ്ടൊക്കെ കണ്ണെഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കത്തില്ലേ, അതുപോലെ ഇതിന്റെ കോർണേഴ്സിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഭയങ്കര ഒരു കളറായിട്ട് ഫീൽ ചെയ്യത്തില്ല, അതായത് ഭയങ്കര ബ്ലാക്ക് ആയിട്ട് ഫീൽ ചെയ്തില്ല, എന്നാൽ നമുക്കൊരു നല്ല ലൈറ്റ് ഒരു ലുക്കും കിട്ടും. അപ്പൊ ഞാൻ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു. അപ്പൊ പെർഫെക്റ്റ് ആയി. അപ്പൊ നമുക്കിനി ഭയങ്കരമായിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കണ്ണെഴുതാൻ പോവുകയാണ്. അതും നമ്മുടെ ഡാസ്ല കോസ്മെറ്റിക്സിന്റെ ന്യൂലി ലോഞ്ച് ചെയ്ത അവരുടെ കാജലാണ്. ഇത് വാട്ടർ പ്രൂഫ് ആണ്, സ്മച്ച് പ്രൂഫ് ആണ്, 15 hours വരെ സ്റ്റേ ചെയ്യുമെന്നാണ് പറയുന്നത്. നമുക്ക് അപ്പൊ നമ്മുടെ കണ്ണിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ കാജൽ എടുത്തിട്ടുണ്ട്. വാവ് ഗൈസ്, ഈ കാജലിന്റെ ഈ ഒരു ടിപ്പ് നോക്കിക്കേ, നല്ല പ്രിസൈസ് ആയിട്ടുള്ള ടിപ്പാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് വാലൊക്കെ ഇട്ട് എഴുതണമെങ്കിൽ എഴുതാം. സോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. വാവ് ഗൈസ്, സീരിയസ്ലി നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്, നല്ല രീതിക്ക് മെൽറ്റ് ആയി പോകുന്നുണ്ട്. ഒട്ടും തന്നെ ഡ്രാഗ് ചെയ്യേണ്ടി വരുന്നില്ല, ജസ്റ്റ് ടച്ച് ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ നല്ല രീതിക്ക് നമുക്ക് ആ ഒരു പേ ഓഫ് വരുന്നുണ്ട്. സീരിയസ്ലി ഗൈസ്, ഇതിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഈ ഒരു കാജലാണ്. ബിക്കോസ് നോക്കൂ ഗൈസ്, എത്ര സൂപ്പറായിട്ടാണ് ഇത് മെൽറ്റ് ആയി പോകുന്നത്. നോക്കൂ ഗൈസ്, ഓക്കെ, ഞാൻ കണ്ണിന്റെ താഴെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണിന്റെ മുകളിൽ എഴുതി കൊടുക്കാം. അപ്പൊ ഗൈസ്, ഞാൻ കണ്ണെഴുതി കൊടുത്തിട്ടുണ്ട്, നല്ല രീതിക്ക് കണ്ണെഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡാസ്ലറിന്റെ ഐലൈനർ വെച്ചിട്ട് കണ്ണെഴുതി കൊടുക്കുവാണ്. ഭയങ്കര സിമ്പിൾ ആയിട്ട് എഴുതി കൊടുക്കുന്നത്. അപ്പൊ ഗൈസ്, നമ്മൾ ഐലൈനർ എഴുതി കൊടുത്തു, നമ്മൾ താഴെ മാത്രമേ എഴുതി കൊടുത്തിട്ടുള്ളൂ, മുകളിൽ എഴുതിയിട്ടില്ല. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ ഡാസ്ല കോസ്മെറ്റിക്സിന്റെ മസ്കാരയാണ്. നല്ലപോലെ ഷേക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇടുകയാണ്. അപ്പൊ ഗൈസ്, നമ്മൾ കണ്ണെഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് എന്റെ ഫേവറേറ്റ് പാർട്ട്. നമ്മൾ ബ്ലഷ് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഭയങ്കര ഓവറായിട്ടൊന്നുമല്ല, ഭയങ്കര ലൈറ്റ് ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഡാസ്ല കോസ്മെറ്റിക്സിന്റെ ഈ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇത് ആക്ച്വലി കാണും പോലെ അല്ല, ഭയങ്കര ലൈറ്റ് ഒരു പിങ്ക് ഒരു മോവ് ഷെയ്ഡാണ്. അപ്പൊ ഞാൻ അത് ലൈറ്റ് ആയിട്ടോ നമ്മുടെ ചീക്സിൽ ഇട്ട് കൊടുക്കാണ്. ജസ്റ്റ് ആ ഒരു ഫ്ലഷ്ഡ് ലുക്ക് കിട്ടാൻ വേണ്ടി മാത്രം, ഒത്തിരി ഒന്നും ഇടുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറൽ ആയിരിക്കണം, എന്നാൽ ഒരു ചെറിയൊരു ഗ്ലാം ടച്ചും കൂടെ കൊടുക്കണം. അത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം കുറച്ച് നോസലും കൂടി ഇട്ട് കൊടുക്കാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പൊട്ട് വെക്കലാണ്. ട്രഡീഷണൽ ലുക്കിൽ പൊട്ടില്ലാതെ ഒരു കളിയില്ല. സോ നമ്മൾ പൊട്ട് വെച്ച് കൊടുക്കാണ്. അതും ഞാൻ ഈ ഒരു ഡാസ്ല കോസ്മെറ്റിക്സിന്റെ ഐലൈനർ വെച്ചിട്ടാണ് പൊട്ടിട്ട് കൊടുക്കുന്നത്. എനിക്ക് അതാണ് കുറച്ചുകൂടി ഇഷ്ടം. അപ്പൊ നമ്മൾ ചെറുതായിട്ടൊരു കറുത്ത കുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെറിയൊരു കറുത്ത കുത്തിട്ട് കൊടുത്തിട്ടുണ്ട്.
സീരിയസ്ലി ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ലുക്ക്. നല്ല ബോൾഡ് ഐസ്, എന്നാൽ ഭയങ്കര സട്ടിൽ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക്, ഭയങ്കര ഓവർ അല്ല, നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ എല്ലാം ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡാസ്ലറിന്റെ ബ്രിക്കിഷ് എന്ന് പറയുന്ന ഷെയ്ഡും ഈ ഒരു കോള എന്ന് പറയുന്ന ഷെയ്ഡും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഷെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തിടാൻ പോകുന്നത് നമ്മുടെ കോള എന്ന് പറയുന്ന ഷെയ്ഡാണ്. അതും കൂടി ആകുമ്പോഴത്തേക്കും സെറ്റ് ആവും ഗൈസ്. രണ്ട് ഷെയ്ഡും കൂടെ ഞാൻ മിക്സ് ചെയ്താണ് ഇട്ട് കൊടുത്ത ഗൈസ്. അപ്പൊ എനിക്കൊരു പൗട്ട് ലുക്കും കിട്ടി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡും ഉണ്ട്. എനിക്ക് നല്ല സ്യൂട്ട് ആയി പോകുന്നൊരു ഷെയ്ഡാണിത്. സോ അപ്പൊ നമ്മുടെ മേക്കപ്പ് ഇത്രയൊക്കെ ഉള്ളൂ. ഭയങ്കര കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് പ്രോഡക്ട്സ് വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മളെ ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ഇനി ഞാൻ നമ്മുടെ ബാക്കി ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കാണാം ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഒരു ലോ പോണിറ്റെയിൽ കെട്ടിയിട്ടേ ഉള്ളൂ. വേറെ ഫ്ലവർ ഒന്നും വെച്ചിട്ടില്ല. ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് വെച്ചേക്കുന്നത്. ജസ്റ്റ് ഒരു ഗോൾഡും ബ്ലൂവും വരുന്ന ഒരു മാല ഇട്ടിട്ടുണ്ട്. ഒരു ചോക്കർ ടൈപ്പ് മാല ഇട്ടിട്ടുണ്ട്. അതിന്റെ തന്നെ ഒരു കമ്മൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ ഭയങ്കര എലഗന്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട്. സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആ ഒരു കണ്ണെഴുതിയേക്കുന്ന ആയാലും പൊട്ട് വെച്ചേക്കുന്ന ആയാലും എസ്പെഷ്യലി എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു ലിപ്സ്റ്റിക് ആണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഒട്ടും ഡ്രൈയിങ് അല്ല. അത് മാത്രമല്ല, എനിക്ക് ഇപ്പോ ഭയങ്കരമായിട്ട് ഈ വര പോലെ വരുന്നുണ്ട്. ഇതിപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. കാരണം ഞാൻ ഓൾറെഡി നമ്മുടെ ഡാസ്ലറിന്റെ ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നു. സ്കിൻ കെയർ ചെയ്ത ടൈമിൽ ലിപ് ബാം ഇട്ടിട്ടായിരുന്നു ഞാൻ ബാക്കി സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ലിപ്പ് മോയ്സ്ചറൈസ് ആയിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ ബാക്കി എക്സസൈസ് ഒക്കെ വൈപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ടത്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. സീരിയസ്ലി എനിക്ക് ഈ ഒരു ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ പറയാം. ആ ഹെയർ ഒക്കെ കെട്ടി കഴിഞ്ഞിട്ട് കുറച്ച് ടൈം കിട്ടിയപ്പോൾ ഞാൻ നമ്മുടെ നെയിൽ പോളിഷും കൂടി ഇട്ട് കൊടുത്തു. അതും ഡാസ്ലറിന്റെ തന്നെ നെയിൽ പോളിഷ് ആണ്. ഈ ഒരു കളറാണ് ഇട്ട് കൊടുത്തത്. ഇത് ആക്ച്വലി ഒരു ചെറിയൊരു ബ്ലൂ ടിന്റ് വരുന്ന ഒരു നെയിൽ പോളിഷ് ആണ്. ഇതിലും നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇത് ഈ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ കുറച്ചൊരു ഒരു ബ്രൈറ്റ് കളറായിട്ട് തോന്നുന്നെങ്കിൽ അത്രയും ബ്രൈറ്റ് അല്ല, കുറച്ചുകൂടെ ഒരു ഡിം കളറാണ്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് ആ ഷെയ്ഡ്. അപ്പൊ ഞാനൊന്ന് യൂസ് ചെയ്ത ഈ ഒരു മിനി ഗ്ലാം കിറ്റ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഡാസ്ലറിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ മീഷോയിൽ, ഫ്ലിപ്കാർട്ട്, ആമസോണിലോ അവൈലബിൾ ആണ്. നല്ല അഫോർഡബിൾ റേറ്റ് ആണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ ഒരു ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത് തന്നെ ധാരാളമാണ്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡാസ്ലറിന്റെ തന്നെ സ്പൈസി ന്യൂഡ് എന്ന് പറയുന്ന ഈ ഒരു എഡിഷന്റെ ലിപ്സ്റ്റിക് സ്വാച്ചസ് ആണ്. അത് ഈ വീഡിയോയിൽ കാണിക്കത്തില്ല, നെക്സ്റ്റ് വീഡിയോയിൽ ഉടനെ തന്നെ വരും. ഞാൻ അതിന്റെ ലിങ്ക് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കൊടുത്തേക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയിൽ ചെക്ക് ചെയ്ത് നോക്കിയാലും മതി. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.